ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തരുതെന്ന കോടതി ഉത്തരവ് പാലിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ജില്ലയിലില്ലെന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ പരാതി. പാത്രം കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ശേഖരിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ശുചിമുറി മാലിന്യം പോലും സംസ്കരിക്കാൻ സംവിധാനമില്ലാത്ത ആലപ്പുഴയ്ക്ക് പുതിയ ഉത്തരവ് വെല്ലുവിളിയാണ്. കാണാം ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയുടെ റിപ്പോർട്ട്. പ്രതിസന്ധിയുടെ ആഴത്തിലേക്ക്. ജനുവരി 20-ന് ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവാണ് ഹൗസ് ബോട്ട് ഉടമകൾക്ക് തിരിച്ചടിയാകുന്നത്. ഹൗസ് ബോട്ടുകൾ പ്രവർത്തിപ്പിക്കാൻ കർശന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുതിയ ഉത്തരവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഹൗസ് ബോട്ടുകൾക്ക് നാളെ മുതൽ പ്രവർത്തനാനുമതി ഉണ്ടാവില്ല. കോടതി നിർദ്ദേശങ്ങൾ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും എങ്ങനെ നടപ്പാക്കുമെന്ന ചോദ്യമാണ് ബാക്കി. പാത്രം കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ശേഖരിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ശുചിമുറി മാലിന്യം പോലും സംസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ആലപ്പുഴയിൽ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക അപ്രായോഗികമെന്ന് ഹൗസ് ബോട്ട് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആർ ബ്ലോക്കിൽ വാങ്ങി നൽകിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സുവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രളയത്തിൽ നശിച്ചു. പിന്നീട് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. ഇതോടെ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം ലോറികളിൽ ശേഖരിച്ച എറണാകുളത്തെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. അത് കോടതി തന്നെ അത് പരിശോധിക്കണമായിരുന്നു. അത് അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയിട്ടാണോ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്, ഇത് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് പരിശോധിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 50 പേരൊരു ബോട്ടിൽ വരുന്നവർക്ക് എങ്ങനെ ഈ അവരുപയോഗിക്കുന്ന ജലം കായലിലേക്ക് നമുക്ക് ശുദ്ധീകരിച്ച് അത് തിരിച്ചു വിടാനായിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും? അതൊക്കെ അത്ര കണ്ട് അതൊരു ഇതാകുമെന്ന് എനിക്കൊരു സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാഷ് ബേസിനിൽ നിന്നും അടുക്കളയിൽ നിന്നുള്ള വെള്ളവും സഞ്ചാരികൾ കുളിക്കുന്ന വെള്ളവും ശുദ്ധീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഹൗസ് ബോട്ടുകളിൽ ഓരോ യാത്രികനും 500 മുതൽ 1000 ലിറ്റർ വരെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും വെള്ളം സംഭരിച്ച് സംസ്കരിക്കുക പ്രായോഗികമല്ലെന്നും ഹൗസ് ബോട്ട് ഉടമകൾ പറയുന്നു. ഇവിടുന്ന് ചേർത്തല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണ് നമ്മുടെ സീവേജ് പോയിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും അത് ബ്ലോക്കായിരിക്കുകയാണ് അവിടെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെറിയ വള്ളം തൊട്ട് വലിയ വള്ളങ്ങൾ വരുന്നുണ്ട്. ഈ ചെറിയ വള്ളത്തിനകത്ത് നമ്മൾ ഒരു ദിവസം സ്റ്റോറേജ് പോലും അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് വേണം ഈ ഓർഡർ നമുക്ക് നടപ്പാക്കാനായിട്ട്. അത് യാതൊരു കാരണവശാലും ഞങ്ങളുടെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള ടൈം തരണം. അത് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളുടെ വരവ് ഇത്തവണ കുത്തനെ ഇടിഞ്ഞു. കടുത്ത വേനലിൽ ആഭ്യന്തര സഞ്ചാരികളും ആലപ്പുഴയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സീസൺ കാലത്തും കടന്നുപോകുന്നത്. ഇതിനിടെയാണ് കോടതി ഉത്തരവ് കൂടി പൊല്ലാപ്പാകുന്നത്. ഉത്തരവ് നടപ്പാക്കും മുമ്പ് പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നടപ്പാക്കണമെന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ ആവശ്യം. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.